എല്ലാവർക്കും വൃത്തങ്ങൾ എന്ന അധ്യായത്തിലെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ട് പാർട്ടുകളിൽ നമ്മൾ വൃത്തങ്ങളെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലെ. ഡയമീറ്റർ വൃത്തത്തിന്റെ ഉള്ളിലേക്ക് വെച്ചാൽ 90-ൽ കൂടുതലായിരിക്കും, വൃത്തത്തിലേക്കാണെങ്കിൽ 90 ഡിഗ്രി, പുറത്തേക്കാണെങ്കിൽ 90-ൽ കുറവ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തു അല്ലെ. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, ചോദ്യം: ഒരു സമഭുജ സാമാന്തര്യത്തിന്റെ 4 വശങ്ങളും വ്യാസമായി വരക്കുന്ന വൃത്തങ്ങളെല്ലാം പൊതുവായ ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകുമെന്ന് തെളിയിക്കാം. Prove that all 4 circles drawn with the sides of a rhombus as diameters pass through a common point. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു റോംബസ് സമഭുജ സാമാന്തര്യം എന്താ പ്രത്യേകത? എല്ലാ വശങ്ങളും തുല്യമാണ്, എതിർ കോണുകൾ ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആണ് അല്ലെ, ഡയഗണൽസ് ഈക്വൽ അല്ല, ബട്ട് ദേ ബൈസെക്ട് ഈച്ച് അതർ പെർപെൻഡിക്കുലർ അല്ലെ. പെർപെൻഡിക്കുലർ ആയിട്ട് വികരണങ്ങൾ തുല്യമല്ല, വലുതും ചെറുതും. സാമാന്തരികവും സമസാമാന്തരത്തിന്റെ വികരണങ്ങൾ തുല്യമല്ല. ചതുരത്തിലും സമചതുരത്തിലും റെക്ടാംഗിളിന്റെയും സ്ക്വയറിന്റെയും ഡയഗണൽസ് സെയിം ആണ് അല്ലെ. സ്ക്വയറിന്റെയും റെക്ടാംഗിളിന്റെയും. റോംബസ് ആണെങ്കിൽ എന്താ? റോംബസ് ആണെങ്കിൽ സാമാന്തരികം, ഇതിന്റെ വികരണങ്ങൾ തുല്യമല്ല, ഇത് ചെറുത് വലുതാണ്. ഇതിനെ ഒന്ന് ഈക്വലൈസ് ചെയ്ത് വരച്ചാൽ എന്താ ഏകദേശം ഇതുപോലെ. ഇതിന്റെ 4 സൈഡും ഈക്വൽ ആണ്, റോംബസ് ആണ്. ഈ 2 കോണുകളും സെയിം ആണ്, ഈ 2 കോണുകളും സെയിം ആണ്. ഇതേ കോണുകളാണ്, ഈ 2 കോണുകളും സെയിം ആണ്, ഇത് 2 സെയിം ആണ്. ഇത് വലിയ ഡയഗണൽ, ഇത് ചെറിയ ഡയഗണൽ. ഡയഗണൽസ് ഈക്വൽ അല്ല, ഡയഗണൽസ് ഈക്വൽ ആയിട്ട് സ്ക്വയർ ആംഗിളോ. അപ്പൊ ഒരു റോംബസിന്റെ 4 സൈഡ് ഈക്വൽ, ഇത് ഡയമീറ്റർ ആയിട്ട് വ്യാസമായ വൃത്തം വരട്ടെ. ഇത് വ്യാസമായി, ഇതും 4 വശവും വ്യാസമായി അതിൽ കൂടെ ഇങ്ങനെ വൃത്തങ്ങൾ വരച്ചാൽ ആ 4 സർക്കിൾസും പാസസ് ത്രൂ എ കോമൺ പോയിന്റ് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. 4 വൃത്തവും ഒരു പൊതുവായ ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നതിലേക്ക് ശരിയല്ലേ. ഇത് നമുക്ക് പേര് കൊടുക്കാം എ ബി സി ഡി. ഈ പോയിന്റിന് പോയി കൊടുക്കട്ടാ. എ ബി സി ഡി ഒരു സമഭുജ സാമാന്തരികമാണ്, റോംബസ് ആണ്. അപ്പൊ എ ബിയും ബി സി സി ഡി ഏതൊക്കെ ഇരിക്കണം? എ ബി സമം ബി സി സമം സി ഡി സമം എ ബി, 4 നീക്കണം. എ സിയും ബി ഡിയും 2 ഡയഗണൽസ് ആണ്, വികരണങ്ങളാണ്. ആ വികരണം തുല്യമാവില്ല, തുല്യമല്ല, തുല്യമായത് സ്ക്വയറോ സമരോ. ഇതിലൊന്ന് വലുതൊന്ന് ചെറുതാണ്. എന്താണെങ്കിലും ആ വികരണങ്ങൾ ഒരു റോംബസിന്റെ ഡയഗണൽസ് വികരണങ്ങളിൽ ഒന്ന് ചെറുതൊന്ന് വലുതാണെങ്കിലും ഇവർ കൂട്ടിമുട്ടുന്ന ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾസ് 90 ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും വരക്കണം. ബി ഡി വരച്ചു, ഇനി എ സി വരച്ചു. എ സിയും വരച്ചു, ബി ഡിയും വരച്ചു. 2 വികരണവും മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് 90 ഡിഗ്രി ഉണ്ടാവും. ഇവിടെ ഈ പോയിന്റിൽ നിന്ന് 4 ആംഗിൾസും 90 ആണ്. ഈ ആംഗിൾ 90 ആണ്, അതും 90, ഇതും 90, ഇതും 90. ആംഗിൾ എ ഒ ഡി, ആംഗിൾ എ ഒ ഡി 90 ആണ്. അത് എ ഒ ബി, എ ഒ ബി 90 ആണ്. അത് ബി ഒ സി, ബി ഒ സി 90 ആണ്. അടുത്ത് സി ഒ ഡി, എ ഒ ഡി, ഇത് എ ഒ ബി എന്ന ഈ ആംഗിൾ, ബി ഒ സി എന്നത് ഈ ആംഗിൾ, ലാസ്റ്റ് സി ഒ ഡി. ഈ ആംഗിൾ ഒക്കെ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി വീതം. ഓക്കെ, ഒരു സമഭുജ സാമാന്തര്യത്തിന്റെ വികരണങ്ങൾ പരസ്പരം ലംബമായ സമഭാവം. ഓക്കെ, ദ ഡയഗണൽസ് ഓഫ് എ റോംബസ് ബൈസെക്ട്സ് പെർപെൻഡിക്കുലർലി, പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ട്. അപ്പോൾ 90 ആണ്. ഒരു സർക്കിളില് ഒരു വ്യാസം ഡയമീറ്റർ, ആ സർക്കിൾ ഏത് പോയിന്റിലേക്ക് വെച്ചാൽ 90 ആണ് അല്ലെ. ഉള്ളിലേക്കാണ് കൂടും, പുറത്ത് പോയി. സർക്കിളിലേക്ക് 90 ആണ്, അതിലുപരി 90 ആണ് എങ്കിൽ ആ പോയിന്റ് സർക്കിളിൽ. ഇത് സർക്കിളിലെ പോയിന്റ് ആണ്, അതുകൊണ്ട് 90 ആണ്. 90 ഉള്ള സ്ഥലത്തൂടൊക്കെ ആ സർക്കിൾ പാസ് ചെയ്യും.
ഇവിടെ 90 ഉണ്ട്, അതുകൊണ്ടാണ് സർക്കിൾ അതിൽ പാസ് ചെയ്തത്. ഇവിടെ 90, ഇവിടെ 90 അല്ല, അതുകൊണ്ടാണ് സർക്കിൾ അതിൽ പാസ് ചെയ്യുക. 90 ഉള്ള സ്ഥലത്തെല്ലാം ഈ സർക്കിൾ പാസ് ചെയ്യും. അപ്പോ AD ഡയമീറ്റർ ആയ സർക്കിൾ വെച്ചാൽ ആ സർക്കിൾ പോകുന്ന സ്ഥലത്തൊക്കെ 90 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ഉള്ള സ്ഥലത്തൊക്കെ ആ സർക്കിൾ പാസ് ചെയ്യും. സോ AD ഡയമീറ്റർ എടുക്കുന്ന ഈ സർക്കിൾ പാസസ് ത്രൂ ഈ പോയിന്റ്, ഏതാ O എന്ന പോയിന്റ് പാസ് ചെയ്യും. കാരണം അവിടെ 90 AB ഡയമീറ്റർ ആയ സർക്കിൾ വെച്ചാൽ ആ സർക്കിൾ പാസസ് ത്രൂ O ബിക്കോസ് ഈ ആംഗിൾ 90, AOB 90. BC ഡയമീറ്റർ സർക്കിൾ വെച്ചാൽ ആ സർക്കിൾ പാസസ് ത്രൂ O, കാരണം എന്താ BOC 90 ആണ് ഈ കോൺ. ഇത് ഡയമീറ്റർ വൃത്തം വെച്ചാൽ ആ വൃത്തവും O യിൽ കൂടി പാസ് ചെയ്യും, കാരണം ഈ കോൺ COD 90. So all the circles with the sides of rhombus as diameters passes through the common point O. 4 വൃത്തങ്ങളും O എന്ന കോമൺ പോയിന്റിൽ കൂടി, ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകും. ഇത് കടന്നു പോകും കാരണം ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ AOB 90 ആണ്, AOD 90 ആണ്. അതുകൊണ്ട് AD വ്യാസമായ സർക്കിൾ കടന്നു പോകും. AB ഡയമീറ്റർ ആയ സർക്കിൾ പാസസ് ത്രൂ O, കാരണം BOA അല്ലെങ്കിൽ AOB 90. ഇത് ഡയമീറ്റർ ആയ സർക്കിളും ഇതിൽ കൂടി പാസ് ചെയ്യും. ഇവിടെ 90 ഇത് ഡയമീറ്റർ ആയ സർക്കിൾ വെച്ചാൽ ഇതിൽ കൂടി പാസ് ചെയ്യും. All the circles passes through the common point O. എല്ലാം O യിൽ കൂടി കടന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇതാ: ചിത്രത്തിലേതുപോലെ സമീപവശങ്ങൾ തുല്യമായ ഏത് ചതുർഭുജത്തിലും ഇത് ശരിയാണെന്ന് തെളിയിക്കുക. Prove that this is true for any quadrilateral with adjacent sides equal as in the picture. ചെയ്തപോലെ തന്നെ നേരത്തെ റോംബസ് പറഞ്ഞത് സമഭുജ സാമാന്യം 4 സൈഡ് മീറ്റർ, 4 വൃത്ത വ്യാസ, വശങ്ങളൊക്കെ വ്യാസായ വൃത്തം വെച്ചാൽ പൊതുവായ ബിന്ദുവിൽ കൂടി കടന്നു അല്ലെ. അത് റോംബസിന്റെ മാത്രമല്ല, സമഭുജ സാമാന്യത്തിന് മാത്രമല്ല, അടുത്തുള്ള വശങ്ങൾ തുല്യമാണ്. അടുത്തുള്ള വശങ്ങൾ തുല്യം. ഇത് ഇങ്ങനെ ഉള്ള കയറ്റി ഇതുപോലെയുള്ളതിന് മതി ശരിയാവുന്ന തെളിയിക്കാം. ഇത് രണ്ടും ഒരേ വലിപ്പമാണ്, ഇത് രണ്ടും ഒരേ വലിപ്പം. ഇത് വ്യാസമായി വൃത്തം വരക്കാം, ഇത് വ്യാസമായി, ഇത് വ്യാസമായി, ഇത് വ്യാസമായി. അങ്ങനെ വരക്കുന്ന 4 വൃത്തങ്ങളും കോമൺ ഒരു പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന തെളിയിക്കും. ചെറിയ 2 വശങ്ങൾ, ഇത് A കൊടുത്തു, B C D. ഇവിടെ ഈ 2 വശങ്ങളെ തുല്യം, നേരത്തൊക്കെ തുല്യം. AB തന്നെയാണ് AD അല്ലെ, AB. പിന്നെയോ BC യും CD നീക്കുക, BC ഈക്വൽ ടു CD. ഇത് വ്യാസമായി കിടക്കുന്ന വൃത്തങ്ങളെല്ലാം കോമൺ ആയ ഒരു പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നത് തെളിയിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ABCD ഇത് റോംബസ് അല്ല, സമഭുജ സാമാന്ത്രികല്ല. ഇത് രണ്ടും ഒരേ വലിപ്പമാണ്, ഇത് കുറച്ച് വലുതാണ്, പക്ഷെ ഇത് രണ്ടും ഒരേ വലിപ്പം. അടുത്തുള്ള 2 വശങ്ങൾ തുല്യമാണ്, ഈ 2 വശങ്ങൾ തുല്യമാണ്. ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ 4 വശവും വ്യാസമായി ഡയമീറ്റർ സർക്കിൾ വെച്ചാൽ പാസസ് ത്രൂ A കോമൺ പോയിന്റ് എന്നാണ് തെളിയിക്കുക. ഓക്കെ, നമുക്ക് ഈ പേര് ABCD. ഈ 4 വൃത്തവും പൊതുവായ ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുന്ന തെളിയിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ 2 വികരണങ്ങൾ ഡയഗണൽസ് വരക്കണം, AC യും BD വരക്കണം. AC യും BD വരച്ചു. ഇവിടെ നമുക്ക് പോന്നു, ഇവിടെ AC BD വരച്ചു, ഇവിടെ പോന്നു കൊടുക്കും. ഓക്കെ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വേണ്ട. BAD എന്ന ട്രയാങ്കിൾ ഇതിൽ ഈ 2 വശം സമല്ലേ, അപ്പൊ ഇത് സമപാർശ്വ ഐസോസെലസ് ആണ് അല്ലേ. അങ്ങനെയാണ് ഈ വരച്ചിരിക്കുന്ന വരപ്പെടുക. ഇത് കണ്ടോ, DAB ഇതാണ് A, ഇവിടെ D, ഇവിടെ B, ഇവിടെ 1. ഈ ട്രയാങ്കിൾ അങ്ങനെ എടുത്ത് വരച്ചു. നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 ത്രികോണത്തിൽ ഈ വശം ഇതിന് സമമാണ്, അതിലെ രണ്ടാമത്തെ വശം ഇതിലെ രണ്ടാമത്തെ വശത്തില്ല. AB ആണ് AD,
എ ബി ഈക്വൽ ടു എ തന്നിട്ട് രണ്ടു വശത്തില്ല. ഒ എ ഈക്വൽ ടു ഒ എ, ഈ വശം ഇതിന് സമമാണ്, ഇത് അതിന് തന്നെ സമം. ഓക്കെ, അപ്പൊ സമപാർശ്വ ത്രികോണാണ് നടക്കും. ഐസോസെൽസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈ വരക്കുന്ന കൊടുക്കുന്ന 90 ഡിഗ്രി ആയിക്കാണ്, 90 ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഈ വശവും ഈ വശവും തുല്യം, ഇത് രണ്ട് സർവസമാവും. അപ്പൊ ഒ ബിയും ഒ ഡിയും സമമാവും, ഒ ബിയും ഒ ഡിയും സമമാവും. ഓക്കെ, ഇത് 90 ഡിഗ്രി ആണെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇവിടെയും 90 ആവും, ഇവിടെ 90. ഇത് 90 ആണ്, 90 ആണ്. അതുപോലെ ആ ട്രയാങ്കിൾ കണ്ടോ, സി ഡി ബി സി ഡി എന്ന ട്രയാങ്കിൾ ഉണ്ട്. ബി സി ഡി എന്ന ട്രയാങ്കിൾ, ഇവിടെ സി, ഇവിടെ ഡി, ഇവിടെ ഡി. ഇവിടുത്തെ ഇങ്ങനെ വരാൻ ഇത് രണ്ട് സമമാണ്, ഈ വശം ഇതിന് സമമാണ്. ബി സി ആണ് സി ഡി, ബി സി സമം സി ഡി ആണ് അല്ലെ. മാത്രല്ല ഇവിടുന്ന് ഇങ്ങനെ വരച്ചിരിക്കുന്നത് ഇവിടെയാണ് പോകും. സമപാർശ്വം ഐസോസെൽസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് വരക്കുന്നത് മിഡ് പോയിന്റിലേക്കായിരിക്കും. ഇവിടെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്നത് 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 90 ആണ്, ഇവിടെ 90 ആണ്, 4 ഭാഗത്തും 90. ഇത് ഡയമീറ്റർ സർക്കിൾ വരച്ചാൽ ആ സർക്കിൾ പോകുന്ന സ്ഥലത്തൊക്കെ 90 ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ 90 സ്ഥലത്ത് കൂടെ ആ സർക്കിൾ പോകും. സോ ദിസ് സർക്കിൾ പാസസ് ടു ദ പോയിന്റ് O because ഈ ആംഗിൾ 90 ആണ്, DOC. Same like that the circle with the BC as diameter also passes through the point O because ഈ ആംഗിൾ 90 ആണ്, BOC 90. അതുപോലെ ഇത് ഡയമീറ്റർ സർക്കിൾ വെച്ചാൽ അതും passes through O because AOB 90 ഡിഗ്രി. അതുപോലെ AD ഡയമീറ്റർ സർക്കിൾ വെച്ചാൽ അതും passes through O ആണ്, കാരണം AOD 90 ഡിഗ്രി. അപ്പൊ ഇവിടെയൊക്കെ 90 ആണ്. 90 ഡിഗ്രിയോടത്തൊക്കെ സർക്കിൾ പോകും, സർക്കിൾ പോകുന്ന സ്ഥലത്തൊക്കെ 90 ഡിഗ്രി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ passes through the common point O, എല്ലാ പോയിന്റ് കൂടി കടന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ വ്യാസങ്ങളായി വരക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകുമെന്ന് തെളിയിക്കാം. Prove that the two circles drawn on the two equal sides of an isosceles triangle as diameters pass through the midpoint of the third side. ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണം, രണ്ടു വശങ്ങൾ തുല്യമുണ്ട്. ഇവിടെ എ ബി ആണ്, AC, AB AC ഈക്വൽ. ഇത് രണ്ടും തുല്യമായ വശങ്ങളാണ്. ഇത് വ്യാസമായി വൃത്തം വരച്ചാലും അത് വ്യാസമായി വൃത്തം വരച്ചാലും ആ രണ്ട് വൃത്തങ്ങൾ മൂന്നാമത്തെ വശല്ലേ അതിന്റെ നടുവിലൂടെ കടന്നു പോകുന്നത് വയ്ക്കണം. ABC സമപാർശ്വ ത്രികോണമാണ്. ഇത് വ്യാസമായ വൃത്തം വരയ്ക്കുക, അത് വ്യാസമായ വൃത്തം വരച്ചാലും ആ രണ്ട് പോയിന്റും ഇതിന്റെ നടുവിലൂടെ കടന്നു പോകുന്നത് തെളിയിക്കേണ്ടത്. തൽക്കാലം ആ ചിത്രം വരച്ചു, എമ്മിലൂടെ കടന്നു പോകുന്നുണ്ട്, അത് എം എന്നുള്ളതിന് മിഡ് പോയിന്റ് തെളിയിച്ചാൽ മതി. ഇത് വ്യാസമായി വൃത്തം വരച്ചു, ഈ വലിപ്പം തന്നെയാണ് ഈ വലിപ്പം അല്ലെ, അതുകൊണ്ട് ഈ സർക്കിൾ രണ്ടും ഒരേ വലിപ്പം. ഇവിടെ നമുക്ക് ഇങ്ങനെ യോജിപ്പിക്കാം, AM യോജിപ്പിക്കാം. നമ്മള് ABC എന്ന ട്രയാങ്കിളും എയിൽ നിന്നും ഇവിടേക്ക് ഒരു 90 ഡിഗ്രി വരച്ചു. 90 ഡിഗ്രി വരച്ചു. 90 ഡിഗ്രിയിലാണെങ്കിൽ ആ സർക്കിള് ഇതിൽ കൂടി കടന്നു പോകും. ഇതിൽ കൂടെ കടന്നു പോകണമെങ്കിൽ 90 ആവും. സർക്കിളിലാണെങ്കിൽ ഓൺ ദ സർക്കിൾ ആണ് 90 ആണ്, 90 ആണ് ഓൺ ദ സർക്കിൾ. അപ്പൊ ഇത് ഡയമീറ്റർ സർക്കിൾ വരച്ചാൽ അത് 90 ഡിഗ്രി ആയതുകൊണ്ട് എമ്മിലൂടെ കടന്നു പോകും. എമ്മിലൂടെ കടന്നു പോകേണ്ടതാണ് 90 ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് അവിടെ 90 ആണ്, ഇവിടെ 90 ആണ്. ഓക്കെ, ഇനി 90 എന്നുള്ള ആവുന്ന ഈ പോയിന്റ് എം എന്നുള്ള പോയിന്റ് ഇതാ BMA, AMB എന്ന ആംഗിൾ 90 ആണ്, AMC എന്ന ആംഗിൾ 90 ആണ്. എം എന്നുള്ള പോയിന്റ് ഈ വരയുടെ മധ്യബിന്ദുവാണെന്ന് തെളിയിക്കാം. അതിന് ഈ രണ്ട് ത്രികോണം നോക്കാം. ഇത് ABM, ഇത് ACM. ത്രികോണം ABM ഉം ത്രികോണം ACM ഉം നോക്കാം. ഇതിലെ ഒരു വശം അതിലൊരു വശം തുല്യമാണ്. ഏതാ? ഇവിടെയുള്ള AB അവിടെ ACക്ക് ഈക്വൽ ആണ് അല്ലെ. ഇതിലെ രണ്ടാമത്തെ വശം ഇത് കണ്ട, അതിലെ രണ്ടാമത്തെ വശം തന്നെയാണ് അത്. അപ്പോ AM സമമാണ് AM പൊതുവശം.
ഇതിലെ മൂന്നാമത്തെ വശം ബി എം ആണ്, അതിലെ മൂന്നാമത്തെ വശം സി എം ആണ്. ഇത് രണ്ടും തുല്യമായാൽ അതിനർത്ഥം ഇത് നടുവാണ്. ഇത് മിഡ് പോയിന്റ് ആകുമ്പോൾ എന്തിനാണ് തുല്യമാവാ? അപ്പോ ഈ രണ്ടു വശം തുല്യം എന്ന് പറയാനായിട്ടില്ല. പക്ഷേ ഇത് 90 ആണ്, ഇത് രണ്ടും സമമാണ്, ഇത് തന്നെ സമം. ഒരു ത്രികോണത്തിൽ ഇത് മട്ടത്രികോണാണ്, മട്ടകോണല്ലേ? അപ്പൊ മട്ടത്രികോണാണ്. ഈ മട്ടത്രികോണത്തിന്റെ കർണം ഇവിടെ, അതിന്റെ കർണം ഇവിടെ. അതിന്റെ കർണം ഈ കർണത്തിന് ഈക്വൽ ആണ്. ഹൈപ്പോട്ടന്യൂസുകൾ തമ്മിൽ ഈക്വൽ ആണ്. ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ്, ഉന്നതി, ഹൈറ്റ് അതിന്റെ ഉന്നതിക്ക് തുല്യമാണ്. ഇതിന്റെ പാദം ഇവിടെ, ഇതിന്റെ പാദം ഇവിടെ തുല്യം ആയിട്ടില്ല. ഇതിന്റെ ലംബമാണ് അതിന്റെ ലംബം. ലംബങ്ങൾ പരസ്പരം സമം, കർണങ്ങൾ പരസ്പരം സമം. ഒരു മട്ടത്രികോണത്തിന്റെ കർണവും ഒരു വശവും മറ്റൊരു മട്ടത്രികോണത്തിന്റെ കർണത്തിന് ഒരു വശം തുല്യമാണെങ്കിൽ ആ മട്ടത്രികോണങ്ങൾ എന്താവും? സർവസമമാവും. ഈ ത്രികോണം ABM എന്ന ത്രികോണവും ACM എന്ന ത്രികോണവും എന്താവും? സർവസമം. ഇത് രണ്ടും സർവസമം. സർവസമാകുമ്പോ ഒന്നിന്റെ വീതം ഒന്ന് വെച്ചാൽ കൃത്യമായി ചേർന്ന് വരും. അപ്പൊ ഈ ത്രികോണം ഇതിലൂടെ അങ്ങനെ മടക്കിയാൽ, ഇങ്ങനെ മടക്കാൻ ആലോചിക്കാം, ആ വശം ഇരുമക്ക വരും. ഇത് പിന്നെ അവിടെ തന്നെ മടങ്ങി നിൽക്കും. ഇത് ഇരുമക്ക് വരും. ആ കോൺ ഈ കോണം വെക്കാം. ഈ കോണിൽ ഈ കോൺ സെയിം ആവും. അതല്ലെങ്കിൽ അറിയാം, സമവാർഷ ത്രികോണല്ലേ? ഈ രണ്ട് കോൺ വരും. ഈ വശം എവിടേക്ക് വരും? വിളിക്കുക. അതാണ് നമുക്ക് വേണ്ടി. MC തന്നെയായിരിക്കും MB, അല്ലെങ്കിൽ BM തന്നെയായിരിക്കും CM. ഇത് രണ്ടും സമമായിരിക്കും. ഇത് രണ്ടും സമാവുക എന്ന് പറഞ്ഞാൽ ഇത് അതിന്റെ നടുവല്ലേ? ഇത് മിഡ് പോയിന്റ് മധ്യബിന്ദു ആകുമ്പോൾ ഇത് രണ്ടും സമാവുള്ളൂ. അതുകൊണ്ട് M എന്താണ്? BCയുടെ മധ്യബിന്ദുവാണ്. രണ്ട് സർക്കിളും 90 ഡിഗ്രി ആയതുകൊണ്ട് എമ്മിലൂടെ കടന്നു പോകുന്നത് ആദ്യം കിട്ടി. ആ M എന്ന പോയിന്റ് ഇപ്പൊ മധ്യബിന്ദുവാണ് എന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവായ എമ്മിലൂടെ രണ്ട് സർക്കിളും കടന്നു പോകും. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈകിപ്പിയാണ്. പുതിയ സെക്ഷനുമായി ഉടൻ തിരിച്ചു വരും. ഓക്കെ.